ഏഴാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള 5, 6, 7, 8 എന്നീ 4 പാഠങ്ങളുടെ റിവിഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറ്റു പാഠങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് കമൻറ്റിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പ്രയാസമുള്ള ഭാഗങ്ങൾ, വാക്കുകളുടെ പ്രയോഗങ്ങൾ, ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയ വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. മുഴുവനായി കാണുകയാണെങ്കിൽ നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനും ലിസാൻ്റെ ഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും പറ്റും. നേരെ വീഡിയോയിലേക്ക് കടക്കാം. അദ്ദറസു സാദിസ്, പാഠം 6. അൽ ഖുർആനു കലാമുല്ലാ. അൽ ഖുർആനു കലാമുല്ലാഹി സുബ്ഹാനഹു വ തആല. ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. വ ആഖിറുൽ കുതുബിൽ മുനസ്സലത്തി. വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടതിൽ അവസാനത്തെ ഗ്രന്ഥമാണ്. അൻസലല്ലാഹു തആല അൽ ഖുർആനൽ കരീമ ഹുദൽ ലിന്നാസി. മാനവർക്ക് മാർഗദർശകമായി വിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കി. വഫിൽ ഖുർആനി തിബിയാനു കുല്ലി ഷൈഇൻ. സർവ വസ്തുക്കളുടെയും വിശദീകരണം ഖുർആനിലുണ്ട്. വനഖ്റഉ ഫീഹാ സീറൽ അംബിയാഇ വഅഹ്വാല അഖ്വാമിഹിം. പ്രവാചകന്മാരുടെ ചരിത്രങ്ങളും അവരുടെ ജനതയുടെ അവസ്ഥകളും ഖുർആനിൽ നമുക്ക് വായിക്കാം. അൽ ഖുർആനു ഹുദൽ ലിൽ മുത്തഖീൻ കമാ ഖാല അല്ലാഹു തആല. അള്ളാഹു പറഞ്ഞതുപോലെ ഖുർആൻ മുത്തഖീങ്ങൾക്ക് മാർഗദർശകമാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. ഇതാണ് ഗ്രന്ഥം, ഇതിൽ ഒട്ടും സംശയമില്ല, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് സന്മാർഗമാണിത്. വഹുവ അഅ്ലമുൽ മുഅ്ജിസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും മഹത്തായ മുഅ്ജിസത്താണ്. വയബ്ഖാ ഇലാ യൗമിൽ ആഖിർ. അന്ത്യനാൾ വരെ അവശേഷിക്കുകയും ചെയ്യും. ഖാല സുബ്ഹാനഹു വ തആല ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അള്ളാഹു പറഞ്ഞു, നിശ്ചയം ഞാനാണ് ഖുർആൻ അവതരിപ്പിച്ചത്. നിശ്ചയം ഞാൻ തന്നെ അതിനെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യും. വഫഖനല്ലാഹു ലിതിലാവത്തിൽ ഖുർആനി ഹിഫ്ളിഹി വ തഅല്ലുമിഹി. ഖുർആൻ പാരായണം ചെയ്യാനും അത് മനഃപ്പാഠമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. വഖാല അല്ലാഹു തആല വറത്തിലിൽ ഖുർആന തർത്തീല. അള്ളാഹു പറഞ്ഞു, അവധാനത്തോടെ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. നഖ്റഉ ഫീ ഹാദ ദർസി കലാമുല്ലാഹി ആഖിറു കുതുബ് തിബിയാനു കുല്ലി ഷൈഇൻ സീറൽ അംബിയാഇ അഹ്വാല അഖ്വാമിഹിം അഅ്ലമു മുഅ്ജിസത്തിൻ ലിതിലാവത്തിൽ ഖുർആൻ കുല്ലുഹാ കലിമത്താനി ഉളീഫത്തിൽ ഊല മിൻഹുമ ഇല സാനിയ. അതിൻ്റെ ആശയം, ഈ പാഠത്തിൽ നാം വായിച്ച കലാമുള്ള അള്ളാഹുവിൻ്റെ കലാം, ആഖിറു കുത്തുബ് അവസാനത്തെ ഗ്രന്ഥം, തിബിയാനു കുല്ലി ഷൈഇൻ എല്ലാത്തിൻ്റെയും തെളിവ്, സീറൽ അംബിയായി അംബിയായിൻ്റെ ചരിത്രം, അഹ്വാല അഖ്വാമിഹിം അവരുടെ സമുദായക്കാരുടെ അവസ്ഥ, അഅ്ലമു മുഅ്ജിസത്തിൽ ഏറ്റവും വലുത്, ലിതിലാവത്തിൽ ഖുർആൻ ഖുർആൻ പാരായണത്തിന് വേണ്ടി എന്നിവയെല്ലാം 2 പദങ്ങളാണ്. ഫതുസമ്മ കലിമത്തുൽ ഊല മിൻഹ മുലാഫൻ വ സാനിയത്തു മുലാഫൻ ഇലൈഹി. ഇതിൽ ഒന്നാമത്തെ കലിമത്ത് മുലാഫ് എന്നും രണ്ടാമത്തെ കലിമത്ത് മുലാഫ് ഇലൈഹി എന്നും പറയും. വൽ മുലാഫ് ഇലൈഹി മജ്റൂറുൻ. മുലാഫുൻ ഇലൈഹി മജ്റൂറായിരിക്കും, അഥവാ രണ്ടാമത് വരുന്നത് മുലാഫുൻ ഇലൈഹിയുടെ ഏറാബ് മജ്റൂർ അഥവാ കെസ്റായിരിക്കും.
വയുഹദഫു തൻവീനു വ നൂനു തസ്നിയത്തി വൽ ജംഇ മിമ്മ തുലാഫു. ഒരു കെലിമത്തിനെ മറ്റൊരു കെലിമത്തിലേക്ക് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ ചേർക്കപ്പെടുമ്പോൾ തൻവീനും തസ്നിയയുടെയും ജംഇൻ്റെയും നൂനിനെ കളയപ്പെടും. ഒന്നിനെ ചേർക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കലാമുള്ള, അള്ളാൻ്റെ കലാമ്, അള്ളാഹുവിൻ്റെ കലാമ്. അപ്പോൾ അള്ളാഹുവിലേക്ക് കലാമിനെ ചേർത്തി. അപ്പോൾ ഇങ്ങനെ ചേർക്കുമ്പോൾ അതിൽ നിന്ന് തെൻവീന് പോകും, പിന്നെ ആ പദത്തിൽ തെൻവീന് വരില്ല. അതുപോലെ തന്നെ അത് തസ്നിയയുടെ രണ്ടെണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദമോ അല്ലെങ്കിൽ ജംഇൻ്റെ പദമോ ആണെങ്കിൽ അതിൽ നിന്നുള്ള അതിൻ്റെ അടയാളമായ നൂന് കളയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ചേർത്തിട്ടുള്ള മുലാഫ് മുലാഫിൻ ഇലൈഹിയെ പരിചയപ്പെടുത്തുകയാണ് ഈ പാഠത്തിലൂടെ ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ആഖിറു കുത്തുബ്, അവസാനത്തെ ഗ്രന്ഥം. അതേപോലെ തന്നെ അഅ്ലമു മുജിദത്തിൻ, ഏറ്റവും വലിയ മോചിദത്ത്. ഇങ്ങനെ ഒന്നിനെ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ മുലാഫിൻ ഇലൈഹിയായ രണ്ടാമത്തിന് എപ്പോഴും ജറായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, കെസറായിരിക്കും. അപ്പോൾ ഇതാണ് ഈ പാഠത്തിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ വയുഹദഫു തൻവീനു വന്നൂനാനി മിമ്മാ യുലാഫു വായുജറു സാനി. അതൊരു ബൈത്തിൻ്റെ ശകരമാണ്. ബൈത്ത് പലപ്പോഴും പൂരിപ്പിക്കാനും മറ്റതൊക്കെ ആയിട്ട് ഓർഡറാക്കാനൊക്കെ വരാറുണ്ട്. പഠിച്ചു വെച്ചാൽ നല്ലതാണ്. വയുഹദഫു തൻവീനു വന്നൂനാനി മിമ്മാ യുലാഫു വായുജറു സാനി. ചേർക്കപ്പെടുമ്പോൾ മുലാഫിന് നൂനോ തൻവീനോ ഉണ്ടെങ്കിൽ അത് കളയപ്പെടും. രണ്ടാം പദം ജറ് ചെയ്യപ്പെട്ടതുമാകും. പറഞ്ഞതിലുള്ള ഒരു ആശയമാണ്. തെദ്രീബാത്തിൽ വന്നിട്ടുള്ളത് നെക്റഉൽ ലംസിൽ നമുക്ക് ഉദാഹരണങ്ങൾ വായിക്കാം. കലാമുള്ള, അതിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുലാഫ്, ഒന്ന് മുലാഫിൻ ഇലൈഹി. അതിൻ്റെ അർത്ഥം കലാമുള്ള എന്ന് പറയുമ്പോൾ കലാം എന്നുള്ളത് മുലാഫാണ്. ഏതിലേക്കാണ് കലാമിനെ ചേർത്തത്? അല്ലാഹി എന്നുള്ളതിലേക്കാണ്. അള്ളാഹുവിൻ്റെ, അള്ളാഹുവിലേക്കല്ല ചേർത്തത്, അള്ളാഹുവിൻ്റെ വചനം. അപ്പോൾ അല്ലാഹി എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. ഇതുപോലെ ആഖിറു കുത്തുബിൻ, അവസാന ഗ്രന്ഥത്തിൽ കുത്തുബ് എന്നുള്ളത് മുലാഫിൻ ഇലൈഹി, ആഖിർ മുലാഫ്. സിയറുൽ അംബിയായി, പ്രവാചകന്മാരുടെ ചരിത്രം. അംബിയായി മുലാഫിൻ ഇലൈഹി, സിയറു മുലാഫ്. ദസ്തൂറുൽ ഹുക്കൂമത്തി, സർക്കാരിൻ്റെ നിയമാവലി. ഹുക്കൂമത്തി കണ്ടില്ലേ, എല്ലാം ജറാണ്, കസറാണ്. ബാബുൽ മദ്രസത്തി, മദ്രസൻ്റെ വാതിൽ, മദ്രസയുടെ വാതിൽ. മദ്രസത്തി മുലാഫിൻ ഇലൈഹിയാണ്. ബാബുൽ മദ്രസത്തി സ്വാഹിബുൽ ബൈത്തി, വീടിൻ്റെ ഉടമസ്ഥൻ, വീടിൻ്റെ ഉടമസ്ഥൻ. കലമു ത്വാലിബി, വിദ്യാർത്ഥിയുടെ പേന. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. റസൂലുല്ലാഹി, അള്ളാഹുവിൻ്റെ ദൂതൻ. കിതാബുൽ മുദരിസി, അധ്യാപകൻ്റെ പുസ്തകം. റഈസുൽ മുഹഖിഖീൻ, ജ്ഞാനികളുടെ നേതാവ്. ഷംസുൽ ഉലമായി, പണ്ഡിതന്മാരുടെ സൂര്യൻ. അബ്ദുറഹീം, കാരുണ്യവാൻ്റെ ദാസൻ. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ അഥവാ അടിമ എന്നാണ് അതിൻ്റെ അർത്ഥം. വസത ഷാരിഹി, റോഡിനു നടുവിൽ. അപ്പോൾ ഓരോന്നും മറ്റൊന്നിലേക്ക് ചേർത്തിയിട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് മുലാഫും രണ്ടാമത്തേത് മുലാഫിൻ ഇലൈഹിയും. മുലാഫിൻ ഇലൈഹിയിൽ എപ്പോഴും ജറ് വേണം. ഇത് ഒന്നുകൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുക്കഫിനു അർബ ജുമലിൻ ബിൽ കെലിമാത്തിൽ ആത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ കൊണ്ട് 4 കെലിമത്തുകൾ ഉണ്ടാക്കാനാണ്. ആസിമത്തുൽ ഹിന്ദ്, ഇന്ത്യയുടെ തലസ്ഥാനം. കണ്ടില്ലേ, ന്യൂഡൽഹി. അപ്പോൾ ഇന്ത്യയുടെ, അപ്പോൾ ആ ഇന്ത്യ എന്നുള്ളത് മുലാഫിൻ ഇലൈഹിയാണ്. മനാറത്തുൽ മസ്ജിദ് കബീറത്തുൻ, പള്ളിയുടെ മിനാരം.
അപ്പോൾ മിനാരത്തിലേക്ക് പള്ളിയെ ചേർത്തി. അപ്പോൾ ആ പള്ളി എന്നുള്ളത് കെസറായിരിക്കും. മനാറത്തുൽ മസ്ജിദ് കബീറത്തുൻ, പള്ളിയുടെ മിനാരം വലുതാണ്. ഖമീസുൽ വലദി നളീഫുൻ, കുട്ടിയുടെ കുപ്പായം അഥവാ കുട്ടിൻ്റെ കുപ്പായം വൃത്തിയുള്ളതാണ്. അപ്പോൾ വലദി മുലാഫിൻ ഇലൈഹിയാണ്. ഷാരിഉൽ മദീനത്തി വാസിഉൻ, നഗരത്തിലെ റോഡ് വിശാലമാണ്. ഇനി നൽബിത്തു ബിൽ അഷ്കാലി, ഫതഹ് കസറുകൾ ഇട്ട് കൊടുക്കാനാണ്. അൽ കഅബത്തു കിബിലത്തുൽ മുസ്ലിമീന, കഅബ മുസ്ലിമീങ്ങളുടെ കിബിലയാണ്. ബാഹത്തുൽ മദ്രസത്തി വാസിഉൻ, മദ്രസയുടെ മുറ്റം വിശാലമാണ്. ദഹബ്തു ഇലൽ ബൈത്തിൽ ഉസ്താദ്, ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോയി. ഇനി നുഅരിബ് അറബിയാക്കാനാണ്. പിതാവിൻ്റെ കുപ്പായം ഞാൻ കഴുകി. വസൽതു ഖമീസൽ അബി, സുഹൃത്തിൻ്റെ വീട് ഞാൻ സന്ദർശിച്ചു. സുർതു ബൈത്ത സ്വദീഖി, നീ റോഡിൻ്റെ മധ്യത്തിൽ കളിക്കരുത്. ലാ തൽഅബ് വസ്ത ഷാരി. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ വന്നിട്ടുള്ള പ്രധാന വിഷയങ്ങൾ. ഇതിലൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല നല്ല വീഡിയോകൾ നമുക്ക് ചെയ്യണം. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി പൊതുപരീക്ഷയുടെ ടോപ്പ് പ്ലസിൻ്റെ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.